കൊച്ചി പഴയ കൊച്ചിയല്ല ഗൈസ്. നമ്മളിങ്ങനെ ഹോർത്തൂസ് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. 6:10 KSRTC പിടിച്ച് 8:45 പരശുവിന് കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ പോവാണ്. അടിപൊളി യാത്രയാണ് കേട്ടോ. അങ്ങനെ 2 മണിയോടുകൂടി കൊച്ചിയിലെത്തി, നമ്മുടെ സുഭാഷ് പാർക്കിലെത്തി ഹോർത്തൂസിൻ്റെ വേദി ഇങ്ങനെ ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ്. കവാടത്തിനകത്തേക്ക് പ്രവേശിച്ചപ്പോൾ ഒരുപാട് കൗതുകം നിറഞ്ഞ കാഴ്ചകൾ നമ്മൾ കണ്ടു കേട്ടോ. ലാലേട്ടനുണ്ട്, മമ്മൂക്കയുണ്ട്, കമലഹാസനുണ്ട്. ശേഷം എം മുകുന്ദൻ്റെ പോസ്റ്ററിലേക്ക് ഞാനിങ്ങനെ കണ്ണോടിച്ചു കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മുന്നിൽ അദ്ദേഹം ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഞാൻ നീ നാം എന്നുള്ളതാണ് നമ്മുടെ ഹോർത്തൂസിൻ്റെ ടാഗ് ലൈൻ തന്നെ. ശേഷം RJ നീനുവിനെ പരിചയപ്പെട്ടു. സന്തോഷ് ജോർജ് കുളങ്ങരയുടെ സെഷൻ കേട്ടു. ശേഷം അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സെൽഫി എടുക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. നിംന വിജയ് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നിന്നോടെന്ന പുതിയ പുസ്തകത്തിൻ്റെ സൈനിങ്ങിലാണ്. ഓരോ ചുവട് മുന്നോട്ട് വെച്ച് നമ്മൾ നടക്കുമ്പോഴും അത്രയേറെ മനോഹരമായ കാഴ്ചകളാണ് അവിടെ മൊത്തത്തിൽ കേട്ടോ. ഒരുപാട് സെഷൻ നടക്കുന്നുണ്ട്. ഷാനി പ്രഭാകർ, പ്രശാന്ത് നായർ, റോഷൻ മാത്യു തുടങ്ങിയവരൊക്കെ അവിടെ സജീവമാണ്. ഷെമിൽ രാജ്, പിന്നാക്കിടെ മൊട്ടാസോര വിതരണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. സന്ധ്യാ നേരത്ത് കൊച്ചിക്ക് ഇത്രയേറെ ഭംഗിയുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കിയത്. രാത്രി ഇരുട്ടും തോറും ഒരുപാട് ആളുകൾ അവിടെ കൂടി വരികയാണ് ഉണ്ടായിട്ടുള്ളത്. വളരെ മനോഹരമായുള്ള പാട്ടും സെഷനും കാര്യങ്ങളൊക്കെ ഗംഭീരമായിട്ട് നടക്കുന്നതിനിടയിലാണ് ഞാൻ ലൈബ്രറിയിലേക്ക് എത്തിയത്. ഒരുപാട് പുസ്തകങ്ങൾ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. ഒരുപാട് ആളുകൾ അതിലേക്ക് പ്രവേശിക്കുന്നുണ്ട്. മുന്നോട്ട് പോകും തോറും ഒരുപാട് അത്ഭുതങ്ങൾ അവിടെ ഇങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. ജോണി ആൻ്റണി സാറുടെ സെഷൻ അടിപൊളിയായിരുന്നു. ശേഷം ഒരു സിനിമയൊക്കെ കണ്ട് ഞാനിവിടെ ഉണ്ടായിരുന്നു ഓർമ്മപ്പെടുത്താൻ വേണ്ടി ജസ്റ്റ് ഒരു സിഗ്നേച്ചറൊക്കെ ഇട്ട് ഇങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ. നാളെ 30-ാം തീയതി ഹോർത്തൂസ് അവസാനിക്കുകയാണ്. സോ മാക്സിമം ആളുകൾ പോയി എക്സ്പ്ലോർ ചെയ്യാം.